ഹായ് ഫ്രണ്ട്സ്, SA ബ്ലോഗ്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊച്ചു വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുവാനാണ്. ഒരു പ്രോഡക്റ്റ്, ഒരു കൊച്ചു പിള്ളേർക്കുള്ള കളിപ്പാട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ഇങ്ങനെ റോക്കറ്റ് മടക്കുന്നത് പോലെ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ പിടിച്ച് തിരിച്ച് ചേർത്ത് മടക്കാം. അതിനുശേഷം ഇതുപോലെ തന്നെ തിരിച്ച് ഇപ്പുറത്തെ സൈഡും മടക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനെ പിടിച്ച് നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ആദ്യം മടക്കിയതുപോലെ തന്നെ ഇങ്ങനെ മടക്കാം. ഇങ്ങനെ രണ്ട് സൈഡും മടക്കാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കാം. ഇവിടെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ അടിയിൽ നിന്ന് തള്ളി വെച്ചാൽ മതിയാകും. അതിനുശേഷം കണ്ടോ, ഇങ്ങനെ പിടിച്ച് അടിയിലൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനെ നമ്മൾ പിടിച്ച് തുറക്കാം. തുറന്നിട്ട് ഈ രണ്ട് സൈഡും കൂടെ ചേർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ 4 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. ലാസ്റ്റ് എത്തിയിരിക്കുന്നു. ആദ്യം നമ്മൾ മടക്കിയതുപോലെ ലാസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ മടക്കി. അങ്ങനെ നമ്മൾ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 എണ്ണം എടുക്കാം. എടുത്തതിന് ശേഷം ഒന്നിൻ്റെ ഒരു ഭാഗത്തിനെ ഒന്നിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രൂപം കിട്ടും. ഇങ്ങനെ ചരിഞ്ഞു പോയത് കൊണ്ടാണ് ഞാൻ ഇളക്കിയത്. ഇത് വയ്ക്കുമ്പോൾ ചരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ വച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഗ്ലൂ എടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള വീട്ടിലുള്ള ഗ്ലൂ ആയാലും പുതിയത് വാങ്ങുന്നതായാലും ഏത് ഗ്ലൂ ആയാലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഫെവിക്കോളാണ്. നന്നായിട്ട് തേച്ചു കൊടുക്കാം. അറ്റത്തും കൂടി കുറച്ചങ്ങോട്ട് തേക്കാം. അപ്പോൾ ഒരു സൈഡ് ഒട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു വെച്ചിട്ട് അതേ സൈഡും അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുന്നു. പക്ഷേ അതിൽ കുറച്ച് പശ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തേച്ചു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും. അടുത്തതായി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സൈഡും ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കി. ഇതിന് 2 എണ്ണമാണ്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമായത് നേരത്തെ എടുത്തൊരു കളർ പേപ്പർ നമ്മൾ എടുക്കുകയാണ്. എടുത്ത് അതിനെ ഇങ്ങനെയാണ് സാധാ പേപ്പറുകൾ ഇരിക്കുന്നത്. അതിനെ ചരിച്ച് പിടിക്കാം. ഇങ്ങനെ തറയിൽ വച്ചിട്ട് നേരത്തെ കാണിച്ച പേന എടുത്ത് അതിൻ്റെ നടുക്കായി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പേന അല്ലെങ്കിൽ പെൻസിലായാലും എടുക്കാം. പക്ഷെ വട്ടത്തിലിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചുരുട്ടുമ്പോൾ സൂക്ഷിച്ച് ചുരുട്ടണം. മടങ്ങാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അങ്ങനെ നമ്മൾ ചുരുട്ടി ലാസ്റ്റ് എത്തി. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തൊന്നും നമ്മൾ പേന വെളിയിലെടുത്തിട്ടുണ്ട്. ചരിച്ച് പിടിച്ചാൽ മതി, പേന വെളിയിൽ വന്നുകൊള്ളും. അഥവാ വന്നില്ല എങ്കിൽ പപ്പടം കുത്തിയോ ഈർക്കിലോ എടുത്ത് കുത്തിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പേനയോ പെൻസിലോ
എടുത്ത് അകത്തിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള പെൻസിലോ പേനയോ എടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് നമ്മൾ അതിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തേച്ചത് കൊണ്ട് നന്നായിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇതിലും കുറച്ച് ഉണങ്ങാനുണ്ട്. പക്ഷേ കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ ഈ ഭാഗത്ത് പശ തേക്കുന്നു. അടുത്ത ഭാഗത്ത് അതുപോലെ തന്നെ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പശ തേച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനെ എടുത്ത് ഇതിലേക്ക് വച്ചു കൊടുക്കാം. വച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനെ കിട്ടും. അതിനുശേഷം മാറ്റാം. ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് പിടിച്ച് അതേപോലെ തന്നെ പശ തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പശ കുറച്ച് കൂടിപ്പോയി. അങ്ങനെ നമ്മൾ ഇതിനെയും എടുത്ത് അകത്തേക്ക് വച്ചിട്ടുണ്ട്. ഇതും നമുക്കൊരു 5 മിനിറ്റ് പിടിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണും ഒരു ഇടവഴി. അവിടെ നമ്മൾ ഇവിടെ അതിൻ്റെ താഴെ നിൽക്കുന്നതിനെ എടുത്ത് അകത്തേക്ക് വച്ചു കൊടുക്കാം. തിരിച്ചു പിടിച്ച് മറ്റതിനെയും അപ്പുറത്തതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം. അതഥവാ ഇരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പശ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളെ ഷോട്ടുണ്ട്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി. ഇതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യുക. കൊച്ചു പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ ബെൽ ബട്ടൺ അമർത്തൂ. എങ്കിൽ മാത്രമേ എൻ്റെ തുടർ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.